ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് അതിരപ്പള്ളിയിൽ ഒരു സ്റ്റേക്കേഷന് വേണ്ടി പോവാണ് കേട്ടോ. നമ്മളിപ്പം ചിക്കു ഉണ്ട്. ചിക്കു ഹായ്. നമ്മളിപ്പോ കൊരട്ടി എത്തിയിട്ടുണ്ട്. കൊരട്ടിയില് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. റെഡ് അലർട്ട് ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ? ഏത് അലർട്ട്? യെല്ലോ, ഓറഞ്ച് ആണ് ഇന്ന് തൃശ്ശൂര്. പക്ഷെ മഴ ചെറിയൊരു കുറച്ചിൽ മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മള് മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോയതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രിപ്പ് പോകാനായിട്ട് ഞങ്ങൾ അങ്ങനെ പ്ലാനിങ് അങ്ങനെ ചെയ്യില്ലായിരുന്നു. ശരി, ഇന്നലെ ഇരുന്നുണ്ടെങ്കിൽ അതിരപ്പള്ളി അടച്ചു അല്ലേ? ഞങ്ങളങ്ങനെ അവിടെ കറങ്ങാനല്ലെങ്കിൽ പെർമിഷൻ ഉണ്ടാവും അറിയില്ല, പോകാൻ ചാൻസ് ഉണ്ട്. റിസോർട്ടിൽ തന്നെ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്നതാണ്. പിന്നെ ക്യാൻസലേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഡേറ്റിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തതാണ്. അത്യാവശ്യം അങ്ങനെ കറങ്ങാൻ പറ്റിയ ഒരു ടൈം അല്ല, ഞാൻ ഓൾറെഡി നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത്. ഇത് നല്ല മരങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ട് മഴ ഒളിക്കാനുണ്ട്, വലിയ മഴയില്ല എങ്കിലും ഉണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് മഴയില്ലേ? ഞായറാഴ്ചയാണ്, പക്ഷെ അങ്ങനെ ഒരുപാട് പേരൊന്നും കാണാനില്ല. എനിക്ക് തോന്നണു മറ്റേ എല്ലാവരും ഇന്നലെ അതിരപ്പള്ളി അടച്ചതിന്റെ ഭാഗമായിട്ട് ഇനി തുറന്നോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുക. ഇവിടെ ഒരു ചായക്കട കണ്ടപ്പോ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടേ. നമ്മുടെ ഗുപ്തനോട് ചൂടുള്ള കാപ്പി കൂതി ഊതി കുടിക്കുന്നുണ്ട്. പപ്സും സ്വീറ്റ് പൊറോട്ടയും പരിപ്പുവടയും ഉള്ളിവടയും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു പരിപ്പുവട പറയുന്നുണ്ടായിരുന്നേ. ആദ്യമായിട്ടാണ് പരിപ്പുവടയിലെ ജീരകം ഇട്ട് കാണുന്നത്. പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ജീരകം ഇടാറുണ്ട്. എനിക്ക് ഈ ജീരകത്തിന്റെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. റിസോർട്ടിലേക്ക് പോണ വഴിയാണ്ടോ ഈ കാണുന്നത്. മൊത്തം കുണ്ടും കുഴിയായിരുന്നു കേട്ടോ. റിസോർട്ട് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിച്ചൊരു ലുക്കേ അല്ല കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് രശ്മിക മന്ദാന അതിരപ്പള്ളിയിൽ വന്നപ്പോൾ താമസിച്ച റിസോർട്ടാണെന്നൊക്കെ ആയിരുന്നു. ശരിക്കും നമ്മൾ വന്ന് പാർക്ക് ചെയ്യണത് ഈ റിസോർട്ടിന്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഫ്രണ്ട് പോർഷൻ റിവറിനെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ കണ്ടപ്പോഴാണ് ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയില്ലേ, ശരിക്കും അത് തന്നെ. റിസോർട്ടിന്റെ പേര് നിരാമയ റിട്രീറ്റ് സംരംഭം എന്നാണ്. ഞാൻ ആദ്യം വായിച്ചത് സമോര എന്നായിരുന്നു, പിന്നെയാണ് സംരോഹ എന്നാണെന്ന് മനസ്സിലായത്. അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, കിടിലം വ്യൂ ആണ്. ഇവിടെ കയറുമ്പോൾ തന്നെ കുറിയൊക്കെ തൊട്ടാണ് നമ്മളെ വെൽക്കം ചെയ്തത്. പിന്നെ കുടിക്കാനായിട്ട് ഗ്രാമ്പു ഇട്ടൊരു തണുത്ത ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നേ. സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. ഇതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ എക്സ്ട്രാ പേയും ചെയ്യണം കേട്ടോ. അപ്പൊ അതിൽ സ്പാ മാത്രമാണ് നമ്മൾ ചെയ്തത്. അതും മെയിൽസിന് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഫീമെയിൽസിന് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 30 മിനിറ്റിന്റെ ഫുഡ് മസാജിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ആയുർവേദിക് സെഷനാണ് ചെയ്തത്. എണ്ണ ഒക്കെ ഇട്ടിട്ട് ഈ പ്രഷർ പോയിന്റ്സിലൊക്കെ പ്രസ് ചെയ്ത് നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് കാലിന്റെ ആ ഒരു ഹെവിനെസ് ഒക്കെ മാറി നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. കയറി വരുമ്പോൾ തന്നെ സൈഡിൽ ഒരു ബാത്റൂമാണ്. അവിടെ നേരെ പോകുമ്പോൾ ബെഡും ചെയർസൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു റിസോർട്ടാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഓരോത്തിന്റെ ചാർജ് അതിനനുസരിച്ച് കൂടുതലാട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ബാൽക്കണി പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ദൂരെ അതിരപ്പള്ളി വാട്ടർഫാൾ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്ന ദിവസം ഹെവി റെയിൻഫോൾ ആയിട്ട് അതിരപ്പള്ളിയിൽ എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളത്തിന്റെ ഫോഴ്സ് ശരിക്കും കേൾക്കാട്ടോ. രാത്രി കിടക്കുമ്പോൾ അത് കേട്ടോണ്ടാണ് ഉറങ്ങിയത്. ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പോഴേ രാവിലെ നിൽക്കുമ്പോൾ ഇനി നമ്മളിവിടെ വെള്ളത്തിൽ ഒഴുകി പോകുന്നുള്ളതായിരുന്നു കേട്ടോ പേടി. അതുപോലത്തെ ന്യൂസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. മഴയൊക്കെ നല്ല രസമാണ്, പക്ഷെ മഴ ഒന്ന് കനത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മണ്ണിടിച്ചിലായി, പ്രളയം, മരണങ്ങൾ, അസുഖങ്ങൾ, അങ്ങനെ ഓരോ ദുരന്തങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്കും ശരിക്കും ടെൻഷനാകും. പക്ഷെ പേടിച്ച അത്രയും ഒരു പ്രശ്നം ഇവിടെ എത്തിയപ്പോൾ വന്നില്ല. കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നേ. മഴ ഉണ്ടെങ്കിലും ഇടവിട്ടാണ് പെയ്യണത്. കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്ക് പേടിയാവുക. ഇതിന് അതൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇവിടെ എത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ടീയും സ്നാക്സും കഴിക്കാൻ പോയേ. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് നേരെ വന്ന ലോബിയുടെ ഇപ്പുറത്തൊരു സൈഡിലാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന ഏരിയ. അതിന്റെ ഔട്ടർ പോർഷനിൽ, അതായത് ബാൽക്കണി ഏരിയയിലാണ് ടീയും സ്നാക്സും ഒക്കെ. കുറച്ചു നേരം അതിരപ്പള്ളിയുടെ അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ചില്ലായിട്ട് പക്കാവടയൊക്കെ കഴിച്ച് അവിടെ കുറെ നേരം ഇരുന്നു കേട്ടോ. ചെറിയൊരു വിന്റേജ് ചായക്കട സെറ്റപ്പാണ് ഈ ഒരു പോർഷൻ. അവിടെ റേഡിയോയിൽ നമ്മുടെ ഈ പഴയ മലയാളം പാട്ടൊക്കെ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രസമാണ്, നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചായയും സ്നാക്സും ഒക്കെ അൺലിമിറ്റഡ് ആയതുകൊണ്ട് പക്കാവടയൊക്കെ കുറെ നേരം അവിടെ കഴിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ആ കാപ്പി എൻ്റെ അല്ല കേട്ടോ, ചിക്കുൻ്റെ ആണ്. അതിന് പകരമായിട്ട് അതിന്റെ ഇരട്ടി പക്കാവട ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്.
അങ്ങനെ അവിടുത്തെ പക്കാവടയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ പയ്യെ നമുക്ക് റൂഫ് ടോപ്പിലെ വ്യൂ കാണാമെന്ന് വെച്ചിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ടായേ. അവിടെ നിന്നുള്ള വ്യൂ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ നിൽക്കണോണ്ട് സൈറ്റ് കുറച്ച് കട്ടായി പോയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് സോളാർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം സോളാർ വെക്കാണ്ട് കുറേ പൈസ ഇവിടെ പൊട്ടിയിട്ടുണ്ടാവില്ലേ. പിന്നെ ഈ റിസോർട്ടിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ, ഇവിടെ ലിഫ്റ്റിൽ കയറി 1 പ്രസ് ചെയ്താൽ താഴോട്ട് പോകും, 2 പ്രസ് ചെയ്താൽ അതിൻ്റെ തൊട്ട് താഴെ, പിന്നെ 3 പ്രസ് ചെയ്താൽ ഏറ്റവും താഴെ എത്തും. സാധാരണ മുകളിലോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കാറ്, ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് റൂമിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചിക്കുവിന് പകരം ഒരു അടിപൊളി സർപ്രൈസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ്. ഈ പ്രാവശ്യം ബർത്ത്ഡേ പുറത്ത് എവിടെയെങ്കിലും പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ചിക്കു പറഞ്ഞപ്പോൾ ഞാനൊരു ഡബിളൊക്കെ ഉണ്ടോ പറഞ്ഞ്. അതും കഴിഞ്ഞ് കലണ്ടർ നോക്കിയപ്പോഴാണ് ബർത്ത്ഡേ പറഞ്ഞത് ട്യൂസ്ഡേ. അന്നാണെങ്കിൽ ജോലി ഉള്ളതുകൊണ്ട് സ്റ്റേക്കേഷൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ള വീക്കെൻഡ്സ്, അതായത് സാറ്റർഡേയും സൺഡേയും ബുക്ക് ചെയ്യാൻ പോയ ആള് ബുക്കിംഗ് ഡേറ്റ് ശകലം ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി. സൺഡേയും മൺഡേയും കയറിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ പേയ്മെന്റും കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. പിന്നെ അവരെ വിളിച്ച് നോക്കിയിട്ട് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ചിക്കുവിന്റെ ഓഫീസിൽ വിളിച്ച് അന്നത്തെ ദിവസം ലീവ് പറയേണ്ടി വന്നു. ബർത്ത്ഡേയുടെ അന്നല്ലല്ലോ നമ്മൾ സ്റ്റേക്കേഷൻ പോകുന്നത്, അതുകൊണ്ട് സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു 1 ഡേ പോയി സ്റ്റേ അടിക്കുക, പിറ്റേ ദിവസം തിരിച്ചു വരാം. ഇതായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാൻ. അല്ലെങ്കിൽ ഈ സെലിബ്രേഷൻ ഒക്കെ എന്താണ്ടായി, എനിക്ക് സ്റ്റേക്കേഷൻ മതി, ഞാൻ ഹാപ്പി ആ ഒരു മൂഡായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അറിയാണ്ട് തന്നെ ചിക്കു ചെറിയൊരു സെലിബ്രേഷൻ സെറ്റപ്പ് ഒക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നേ. സർപ്രൈസ് കൂടി കിട്ടിയപ്പോൾ ഞാൻ ഡബിൾ ഹാപ്പി ആയി. ആ ഒരു കേക്ക് എടുത്ത് പറയണം കേട്ടോ, ചീസ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു സാധനം. പിന്നെ കുറേ നേരം പലവിധ ചർച്ചകളായിരുന്നു കേട്ടോ. ഈ ഒരു റിസോർട്ട് ഞാൻ എന്തോരം പൈസ വേണ്ടി വന്നിട്ടുണ്ടാവും, നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് വന്നാൽ അതെങ്ങനെ വിനിയോഗിക്കും, ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ മെയിൻ ചർച്ചാ വിഷയം. അപ്പോഴാണ് പുതിയ ഓരോ ബിസിനസ് ഐഡിയാസ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരിക. അത് പലതും പൊട്ടത്തെറ്റായിരിക്കും, എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ ഓരോ ബിസിനസ് ഐഡിയാസിനെ കുറിച്ച് സംസാരിക്കും. ചിക്കുവിന്റെ ഐഡിയാസ് ഇങ്ങനെ ഓരോന്ന് പറയും. അങ്ങനെ കുറെ സമയം അവിടെ ഇരുന്ന് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഈ ഒരു ഫ്രെയിം നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ ഒരു ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടും ഭയങ്കര രസമുണ്ടായിരുന്നു. ഇതുപോലെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള എവിടെയെങ്കിലും വീഡിയോ വെച്ചാലോ. ഇപ്പോഴത്തെ ഈ മഴയുടെ കാര്യം ഓർക്കുമ്പോൾ വേണ്ടാന്ന് തോന്നും. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്പായ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ. പാവം ചിക്കു അവനിവിടെ സ്പായൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാത്രി ആയപ്പോൾ നല്ല വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു അംഗത്തിനുള്ള പുറപ്പാടിലാണ് നമ്മൾ. 7:30 തൊട്ട് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യും. 10 മണി കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ക്ലോസ് ആണ്. പിന്നെ ഒന്നും കിട്ടില്ല എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു 8:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു. ഫുഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഫുഡ് എത്തി. ഞാനൊരു വെറൈറ്റി നോക്കി ചിക്കൻ ബിരിയാണി അങ്ങോട്ട് ഓർഡർ ആക്കിയിട്ടുണ്ട്. എന്താ വെറൈറ്റി അല്ലേ. ചിക്കു അവിടെ പൊറോട്ടയും ബീഫും റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. അതും നല്ല വെറൈറ്റി ആയിരുന്നു. ഫുഡ് ഓർഡർ കൊടുക്കുമ്പോൾ അവർ സ്പെഷ്യലായിട്ട് ഇങ്ങോട്ട് ചോദിക്കും കേട്ടോ, സ്പൈസി നോർമൽ വേണോ, മീഡിയം വേണോ, എക്സ്ട്രാ വേണോ. അപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്പൈസി അങ്ങ് എക്സ്ട്രയിലുണ്ടെങ്കിലും അപ്പോൾ ഒരു മീഡിയം ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ മീഡിയം സ്പൈസി എന്ന് പറഞ്ഞിട്ട് ഫുഡ് വന്നപ്പോൾ ഒട്ടും എരിവില്ലാത്ത പോലെ തോന്നിട്ടോ. ശരിക്കും എക്സ്ട്രാ സ്പൈസി പറഞ്ഞാലാണ് നമ്മളൊരു നോർമൽ കഴിക്കുന്ന ലെവലിൽ എത്തിയുള്ളൂ. ഉണ്ടല്ലോ അവരുടെ ബർത്ത്ഡേ അവരുടെ ബർത്ത്ഡേ ആദ്യം എടുത്തപ്പോൾ ബിരിയാണിന്ന് ലെഗ് പീസ് കിട്ടാത്തില്ല. ഞാൻ കുറച്ച് അസ്വസ്ഥയായിരുന്നു കേട്ടോ. പിന്നീടാണ് റൈസിൽ കുത്തിവെച്ച നിലയിൽ ഞാൻ ഒരു ലെഗ് പീസ് കണ്ടുപിടിച്ചത്. അത് കിട്ടിയപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇതാണ് ഇവിടുത്തെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു റിസപ്ഷനും കൊടുത്തിട്ടുണ്ട്. മെയിൻ റിസപ്ഷൻ ഇതല്ല കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ പ്ലേ ഏരിയയിൽ കുറച്ചു നേരം ഫൂസ്ബോൾ കളിക്കാൻ പോയേ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാണ്ട് തുടങ്ങിയത് കേട്ടോ. പക്ഷെ ആദ്യത്തെ 2 ബോൾ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ, ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇതുപോലെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് കൂടുമല്ലോ. അത് പക്ഷെ ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുള്ള് ചിക്കു ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് എനിക്കൊരു ബോൾ കൂടി അടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഒരെണ്ണം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫൂസ്ബോൾ അല്ലാണ്ട് വേറെയും ക്യാരംസ്, ചെസ് പോലുള്ള ഗെയിംസ് ഒക്കെ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പക്ഷെ ഫൂസ്ബോൾ ആണ് കളിച്ചതെന്ന് മാത്രം. അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ എനിക്ക് കുറച്ച് വോയിസ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ചിക്കു അവിടുത്തെ ന്യൂസും കേട്ട് കിടക്കുന്നുണ്ട്. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം പോയി കിടന്നു പറഞ്ഞാൽ. രാവിലെ ഇപ്പോൾ അലാം വെച്ചിട്ട് നേരത്തെ ഞാൻ എണീറ്റിട്ടുണ്ട്. വാട്ടർഫോളിന്റെ സൗണ്ട് കേട്ടിട്ടാണ് എണീറ്റത്. അപ്പോൾ വേഗം ബാൽക്കണിക്ക് വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങി നോക്കിയപ്പോഴാണ് ഈ 2 ഗസ്റ്റിനെ കണ്ടത്. ഇവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോഴേ സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോൾ ബാൽക്കണിയിൽ വന്നാലും തിരിച്ചു പോകുമ്പോൾ ഡോർ ലോക്ക് ചെയ്യാൻ മറക്കരുതെന്ന്. നിറയെ കുരങ്ങന്മാരുണ്ടെന്ന്. ഡോർ ലോക്ക് ചെയ്തില്ലെങ്കിൽ ഡോർ സ്ലൈഡ് ചെയ്ത് അകത്തോട്ട് വരാനും ഈ വിരുദ്ധന്മാർക്ക് അറിയാം കേട്ടോ. നേരത്തെ എണീക്കാൻ അലാം വെച്ചത് വേറൊന്നും കൊണ്ടല്ല, ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണല്ലോ. അപ്പൊ എന്തോരോ ഓപ്ഷൻസ്, അതിൽ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കുന്നത് എന്തൊരു രസമാണ്. എനിക്കിങ്ങനെ ടേബിളിൽ ഒരാൾ വന്ന് സെർവ് ചെയ്യണേലും ഇഷ്ടമുള്ളതൊക്കെ നമ്മൾക്ക് തന്നെ എടുത്ത് കഴിക്കുന്നത് കേട്ടോ. ഇഡലിയും റാഗിപ്പുട്ടും ഇടിയപ്പവും ചപ്പാത്തിയും ഊത്തപ്പവും ഇതൊക്കെയായിരുന്നു കേട്ടോ മെയിൻ കോഴ്സസ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനനുസരിച്ചുള്ള കറികൾ, അതായത് സാമ്പാർ, ചട്നി, കടലക്കറി, മുട്ടക്കറി, മസാലക്കറി, അങ്ങനെ. പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട് സെഷനും അവിടെ ഉണ്ട്. പിന്നെ ചായ കോഫിയുടെ ആ ഒരു സെഷനും ഉണ്ട്. ഞാൻ ഇഡലിയും വടയാണ് കേട്ടോ മെയിനായിട്ട് കുറച്ച് കഴിച്ചേ. കൂട്ടത്തിൽ കുറച്ച് സോസേജും ഒരു എഗ് ഓംലെറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു.
ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ധാരാളം ഉള്ളപ്പോഴേ ഒരു ഐറ്റം തന്നെ ഒരുപാട് കഴിക്കാണ്ട് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ക്വാണ്ടിറ്റി കുറച്ച് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ തലേദിവസം ഇവിടുത്തെ പൂള് കാണാൻ ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇറങ്ങാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം അവിടെ പോയിട്ടുണ്ടായിരുന്നു. 11 മണിക്കാണ് നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ വേഗം പോയി ഒരു കുളി അങ്ങോട്ട് കുളിച്ചു ഫ്രഷ് ആയി ബാഗൊക്കെ വീണ്ടും പാക്ക് ചെയ്ത് വെച്ചു. അവസാനമായിട്ട് ഒന്നുകൂടെ ഈ വാട്ടർഫാൾ കണ്ട് തൃപ്തി അടയാൻ വെച്ചിട്ട് പോവാണ് കേട്ടോ. ചേട്ടൻ കാണാം ഇതിൽ കൂടെ നോക്കിയാല്. നെറ്റ് കട്ടായതല്ലേ, ഞാൻ കാർഡ് എടുത്തപ്പോ പോയത്. ഞങ്ങൾ വിചാരിച്ചു 11 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യണ്ടേ. ഇപ്പൊ കറക്റ്റ് 11 മണിയായപ്പോ കറണ്ട് പോയി. ഞങ്ങൾ വിചാരിച്ചു അവർ ഓഫ് ചെയ്തതായിരിക്കും. പിന്നെ ലാസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അവർ ഒരു കേക്ക് പീസ് നമ്മളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഞാൻ ഈ ഫോണും പിടിച്ചിങ്ങനെ നടക്കണുണ്ട്, വല്ല സെലിബ്രിറ്റി യൂട്യൂബർ ആണെന്ന് വെച്ച് തന്നതാണോന്ന് അറിയില്ല. എന്തായാലും ഇതിപ്പോ ലാഭമായല്ലോ അല്ലേ. പോവാൻ നേരത്താണ് ഇവിടുത്തെ ഗാർഡൻ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയത് കേട്ടോ. ഇന്നലെ ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. കുറച്ചു നേരം കൂടി നമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഗാർഡൻ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഗാർഡനിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മഴച്ചാറ്റിൽ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് വീണ്ടും അകത്തോട്ട് പോകേണ്ടി വന്നു. പക്ഷെ ഉള്ള സമയം നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ നടക്കാനായിട്ട്. അങ്ങനെ ഇവിടത്തോട് ടാറ്റ പറഞ്ഞ് തിരിച്ചു പോകണ്ട. നമ്മള് തിരിച്ചു പോകുമ്പോൾ ചെറിയൊരു വിഷമം ഇല്ലാതില്ല. വിഷമം മാറ്റാൻ പണ്ട് പ്ലാൻ ചെയ്ത വാസുവേണ്ട കടയിലെ ഊണ് ഇന്നങ്ങോട്ട് സാക്ഷാത്കരിക്കാന്ന് വെച്ചു. നല്ല വാഴയിലാണ് കേട്ടോ ഊണ് കിട്ടിയത്. കറികളൊക്കെ നല്ല സൂപ്പറായിരുന്നു. സ്പെഷ്യലായിട്ട് കൊഴുവ ഫ്രൈയും പോർക്കും ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. കൊഴുവ എനിക്ക് കുറച്ചുകൂടെ മുരിഞ്ഞിരിക്കുന്ന ടൈപ്പാണ് ഇഷ്ടം. പിന്നെ 30 രൂപ കൊടുത്ത് നല്ല അടിപൊളി ഗോതമ്പ് പായസം അവിടെ കിട്ടും കേട്ടോ. അങ്ങനെ ചിക്കു അതൊരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പൂരം വഴി ബമ്പർ ടിക്കറ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വരണ വഴി ഫുള്ള് അത് അടിച്ചാലുള്ള ഭാവി പ്ലാനിങ്സിനെ കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച. ഇതുപോലെ പ്ലാൻ ചെയ്യണോണ്ടാന്ന് തോന്നുന്നു ഒന്നും അടിക്കാത്തത്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ സ്റ്റേക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എങ്ങനെയായിരുന്നു കാര്യം നല്ലായിരുന്നു ഫുഡൊക്കെ? സ്പാ എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. സ്പാ എടുക്കുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല, അത് ഒരു പ്രൈവസി ഉണ്ട്. അപ്പൊ ഫുഡ് മസാജാണ്, വേറെ ഒന്നുമില്ല. പക്ഷെ മെയിൽസിന് അവിടെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മാത്രമാണ് സ്പാ കിട്ടിയത്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. പിന്നെ ഫുഡ് നമ്മള് സ്പൈസിയാണ് പറഞ്ഞത്, അല്ല സ്പൈസി അല്ല, നമ്മള് മീഡിയം സ്പൈസിയായി പറഞ്ഞത്. അപ്പൊ മീഡിയം സ്പൈസി എന്ന് പറയുമ്പോൾ അവിടെ തീരെ എരിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു ഇത്. പിന്നെ ബാക്കി എല്ലാം ഓൾ ഓവർ നല്ലായിരുന്നു അല്ലേ. റൂമും വ്യൂവും ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഈ വ്ളോഗ് കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.